ഇതുപോലെ തന്നെ അൽ ബഖറ സൂറത്തിന്റെ അവസാന ഭാഗം ആമനർ റസൂലു മുതൽ തുടങ്ങുന്ന ഭാഗം, അത് രാത്രി കിടന്നുറങ്ങുമ്പോൾ പാരായണം ചെയ്യൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് മഹാന്മാരായ പണ്ഡിതന്മാര് പ്രത്യേകം പഠിപ്പിച്ചതാണല്ലോ. ഇതുപോലെ എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ടുന്ന, നിത്യമാക്കേണ്ടുന്ന ചില സൂറത്തുകൾ മഹാന്മാരായ പണ്ഡിതന്മാരെ കിതാബുകളിൽ പഠിപ്പിച്ചത് കാണാൻ കഴിയും. പുരുഷന്മാരും ഇത് കഴിവിന്റെ പരമാവധി ശ്രമിക്കണം. എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഏതാണ് നിത്യമായും പാരായണം ചെയ്യണമെന്ന് മഹാന്മാർ പറഞ്ഞത്? ഒന്ന് അലിഫ് ലാം മീം സജദ സൂറത്ത്, രണ്ടാമതായി സൂറത്തു യാസീൻ, അതുപോലെ സൂറത്തു ദുഖാൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തു തബാറക എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക്, സൂറത്തു സൽസല, അതുപോലെ ഇസാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് മുതൽ തുടങ്ങുന്ന സൂറത്ത്, സൂറത്തു തകാസുർ, അൽഹാകുമുത് തകാസുർ, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്. അതൊരു 100 മറ. സാധിക്കുന്ന ആളുകളൊക്കെ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് ഒരു 200 തവണ ഓതണം, പാരായണം ചെയ്യണം. ഇതിപ്പോ ഞാൻ പറയുമ്പോ അവിടുന്ന് കിട്ടുന്ന മറുപടി എന്താണ്? ഇതിനൊന്നും നേരണ്ടാവൂല.